ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? കായ്ഫലമുള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കരുത്. എന്ത് മനസ്സിലാക്കാമെന്ന് ചോദിച്ചു. പരീക്ഷണം കണ്ടെത്തിയില്ലയോ? പരീക്ഷണമല്ല. ഓക്കെ, ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം. സാറേ എന്ന് ഈ പറഞ്ഞ ഒരു ആപ്പിൾ വീണ് തല വീണ് ഒരുത്തം കിടക്കുമ്പോ ഉടനെ കലണ്ടർ എടുക്കാനാണ് പോകുന്നത്. ആശുപത്രി കൊണ്ടുള്ള ഏർപ്പാട് ചെയ്യണം. ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു കമ്പ് സാറിന് തല്ലല്ലോ കൊടിഞ്ഞു വീണു. ഞാൻ ഈ ഡേറ്റ് നോക്കാൻ പോവാ, സാറിനെ കൊണ്ട് പോകും. ആശുപത്രി കൊണ്ടുപോകും. നടന്നതാ. നിന്റെ ഒരു കൂട്ടുകാരനല്ലോ സുരേഷ്. അവനെ വിളി. അവൻ വിഷമിച്ചിരിക്കുന്ന വീട്ടിൽ. അതെന്തിന്? എന്റെ പൊന്നെണ്ണ, സുരേഷ് ഇന്നലെ പണിയും കഴിഞ്ഞ് വന്നപ്പോ ഉണ്ടല്ലോ, അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ഇത് 101 പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവന്റെ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അയച്ചു കൊടുത്തോ? എവിടെ അവൻ കിടന്ന് ഉറങ്ങിയെണ്ണ. എന്നിട്ട് നേരം വെളുത്തപ്പോളേ അവന്റെ ഭാര്യ ബംഗാളിയുടെ കൂടെ ഒളിച്ചോടി പോയി. അപ്പൊ മെസ്സേജ് അയച്ചു കൊടുക്കാത്തോണ്ട് സംഭവിച്ചില്ലയോ? എടാ നീ മിനുവേ, നീ പറഞ്ഞ നേരാന്നു. പിന്നെ സത്യമാന്ന്. അന്ന് ആ സുരേഷിനോട് വേണ്ട എന്റെ ഫോണിലുള്ള ആ മെസ്സേജ് ഒന്ന് അയക്കാം. അണ്ണ 101 പേർക്ക് അയച്ചു കൊടുക്കുവോ? ഞാനോ? എടാ വീട്ടിൽ അറിഞ്ഞിരിപ്പില്ലേ, പോന്നെ പോട്ടെ. മിനുവേ, പ്ലെയർ പ്ലെയർ. ദൈവമേ കാക്കുമാരാകണം, പാപമായ എന്നെ നീ കാക്കുമാരാകണം. മതിയണ്ണ? മതി. ഒരു പ്രാർത്ഥന ആയതുകൊണ്ട് ഞാൻ അനങ്ങാതാക്കി നിന്നതാ. നല്ല കീറി ഞാൻ വെച്ചു തന്നെ. എന്റെ അമ്മേ, സാർ ഒരുത്തനെ എഴുതി വെച്ചേക്കുവാ. എന്നാ ഒറ്റത്തന്തയ്ക്ക് പറഞ്ഞവനാണ് എന്നെ ജയിപ്പിക്കടാ. എനിക്കത് പറയാം. എന്നിട്ട് വേണം സ്കൂൾ മൊത്തം പറഞ്ഞു കിടക്കാൻ. എനിക്ക് പല തന്തയാണ്. അതുകൊണ്ട് ഞാൻ ഇവനെ A+ കൂടി ഞാൻ ഇവനെ ജയിപ്പിക്കും. അങ്ങനെ എന്റെ തന്തയ്ക്ക് വിളിക്കാനുള്ള അവസരം ഞാനായിട്ട് ഉണ്ടാക്കത്തില്ല. പിന്നെ അല്ല. ആരേത്? അളിയൻ. എന്നാ അളിയൻ പിന്നെ നല്ലൊരു ഓണായിട്ട് കാശിന് വേണ്ടി വിളിച്ചോണ്ടിരിക്കോ സാറേ? നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ അതില്ലാന്ന് പറ. അപ്പൊ അവര് വേറെ ആരോടെങ്കിലും ചോദിക്കില്ലേ? ഞാൻ കടം കൊടുക്കാനുള്ള പൈസ വേറെ ആരോട് വിളിച്ചു ചോദിക്കാൻ? അത് ശരി. കടം നേരിച്ച് പോക്കറ്റിലിട്ടതോടെ ഈ വക പോക്കറ്റിൽ കാണിക്കണേ. വേണ്ട ഇത് പൈസ. അത് സാറേ, എന്തോ ഒരുത്തരെ എഴുതി വെച്ചോ? പാത്തുമ്മയുടെ ആടിനെ പറ്റി പറയാൻ പറഞ്ഞപ്പോ പുള്ളി എഴുതിയേക്കണോ? എന്നാ സാറേ? പാത്തുമ്മക്ക് ഇപ്പൊ ആടല്ല, 2 ജേഴ്സി പശു വന്നു. ഇതാരെ എഴുതിയേ? ഇതാ അഷറഫ്. അഷറഫാണേത് ഉള്ള കാര്യ. എന്റെ നാട്ടുകാരനാ. പാത്തുമ്മ പണ്ടായിരുന്നു ആടിനെ വളർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അത് ജേഴ്സി പശു ഉള്ളതാ. അത് അതല്ല സാറേ, ബഷീറിന്റെ പാത്തുമ്മയുടെ ആടിനെ പറ്റിയാ പറഞ്ഞെന്ന്. സാറിന് പിന്നെയും തെറ്റി. ബഷീറിന് മൂരിയുടെ പരിപാടിയാണ്. എന്റെ അപ്പച്ചൻ തല പൊട്ടിയിട്ട് 8 സ്റ്റിച്ചിട്ട് വീട്ടിൽ കിടന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒന്നും വന്ന് നോക്കായിരുന്നില്ലേ നിങ്ങൾക്ക്? എങ്ങനെ 8 സ്റ്റിച്ച് വീണ്? വേലക്കാരി ചപ്പാത്തി പലേക്ക് എറിഞ്ഞതല്ലേ? ആ എംബ്രോയിഡറി വർക്ക് കാണാൻ ഞാൻ വരണോ? അതിന്റെ ആവശ്യം എനിക്കുണ്ടോ ജാസ്മിൻ? ഫെഡറിക്, എന്നെ വിചാരിച്ചിട്ടെങ്കിലും ഒരു സോറി എങ്കിലും പറയാൻ എന്റെ അപ്പച്ചൻ്റെ അടുത്തൊന്ന് വന്നോ? സോറി പറയാൻ നിന്റെ പപ്പ ഇവിടെ ഉണ്ടോ? ഈ ഹൈദരാബാദിൽ നിന്റെ പപ്പ ഉണ്ടോ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്കറിയാം. നിന്റെ പപ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഹൈദരാബാദിലെ ഒരു സ്വിമ്മിംഗ് പൂളിലെ പെണ്ണുങ്ങൾ വിക്കിലിട്ട് കുളിക്കാൻ ഇറങ്ങില്ല.